എവിടെയും വിജയിക്കാൻ 3 ചാണക്യതന്ത്രങ്ങൾ. അവ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓരോ പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റി മുന്നേറാൻ സ്വപ്നം കാണുന്നുണ്ടോ? എന്നാൽ എങ്ങനെ തുടങ്ങണമെന്നറിയുന്നില്ലേ? എവിടെയാണ് തെറ്റുപറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന ആചാര്യ ചാണക്യന്റെ അതിശക്തമായ 3 തന്ത്രങ്ങളെക്കുറിച്ചാണ്. ഈ തന്ത്രങ്ങൾ 3000 വർഷങ്ങൾക്കിപ്പുറവും ഇന്നും പ്രസക്തമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ, നിങ്ങളുടെ വിജയത്തെ മാറ്റിമറിക്കാൻ സഹായിക്കും. ഈ 3 തന്ത്രങ്ങൾ എന്താണെന്നും അവ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാമെന്നും നമുക്ക് വിശദമായി നോക്കാം. തന്ത്രം 1. വ്യക്തമായ ലക്ഷ്യം സ്ഥാപിക്കുക. ക്ലിയർ ഗോൾ സെറ്റിംഗ്. ലക്ഷ്യമില്ലാത്ത കപ്പലിന് ദിശയില്ല. ചാണക്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്നാണ് വ്യക്തമായ ലക്ഷ്യബോധം. ഒരു കപ്പലിന് ദിശയില്ലാതെ കടലിൽ അലയുന്നതുപോലെയാണ് ലക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം. എങ്ങോട്ടു പോകണം, എന്ത് നേടണമെന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ലാതെ നമ്മൾ മുന്നോട്ടു പോയാൽ എത്തുന്നതെവിടെയാണെന്ന് നമുക്കുപോലും അറിയില്ല. ചരിത്രപരമായ ഒരു ഉദാഹരണം പറയാം. ചന്ദ്രഗുപ്ത മൗര്യനെ ഒരു സാധാരണ ബാലനിൽ നിന്ന് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയത് ചാണക്യന്റെ വ്യക്തമായ ലക്ഷ്യബോധമായിരുന്നു. മഗധയെ കീഴടക്കി ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കി ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ചാണക്യന്റെ വ്യക്തമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം 1 ഇഞ്ചു പോലും വ്യതിചലിച്ചില്ല. ഇന്നത്തെ പ്രായോഗികത. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം സ്ഥാപിക്കുമ്പോൾ അത് സ്മാർട്ടായിരിക്കണം. സ്പെസിഫിക്, കൃത്യമായ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന്, പണക്കാരനാകണം എന്ന് പറയുന്നതിന് പകരം അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ സമ്പാദിക്കണം എന്ന് പറയുക. മെഷറബിൾ, അളക്കാൻ കഴിയുന്ന. നിങ്ങളുടെ പുരോഗതി അളക്കാൻ കഴിയണം. അച്ചീവബിൾ, നേടാൻ കഴിയുന്ന. നിങ്ങളുടെ ലക്ഷ്യം യാഥാർത്ഥ്യബോധത്തോടെയുള്ളതായിരിക്കണം. റിലവന്റ്, പ്രസക്തമായ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കണം. ടൈം ബൗണ്ട്, സമയബന്ധിതമായ. ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതിവെക്കുക. ദിവസവും അത് വായിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതൊരു പ്രേരണ നൽകും. തന്ത്രം 2. അറിവ് സമ്പാദിക്കുക. അക്വയർ നോളജ്. അറിവ് ഏറ്റവും വലിയ ശക്തിയാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ അറിവ് എന്നത് ഏറ്റവും വലിയ ആയുധമാണ്. അത് ഒരു മനുഷ്യനെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പ്രാപ്തനാക്കുന്നു. വിദ്യാഭ്യാസമെന്നത് വെറും ബിരുദങ്ങൾ നേടുന്നതിൽ ഒതുങ്ങുന്നില്ല. അത് നിരന്തരമായ പഠനവും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ധാരണയുമാണ്. ചരിത്രപരമായ ഉദാഹരണം. ചാണക്യൻ സ്വന്തം ജീവിതം കൊണ്ട് ഇതിന് മാതൃകയായിരുന്നു. തക്ഷശില സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന അദ്ദേഹം അർത്ഥശാസ്ത്രം, നീതിശാസ്ത്രം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ അഗാധമായ അറിവ് നേടിയിരുന്നു. ഈ അറിവാണ് അദ്ദേഹത്തെ ധനനന്ദനെ തോൽപ്പിക്കാനും പുതിയ സാമ്രാജ്യം സ്ഥാപിക്കാനും സഹായിച്ചത്. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് പ്രതിരോധം തീർക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് അറിവുകൊണ്ടായിരുന്നു. നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവുകൾ നേടുകയും നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, വിജയകരമായ ആളുകളുടെ ജീവചരിത്രങ്ങൾ എന്നിവ വായിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓൺലൈൻ കോഴ്സുകൾ. പുതിയ കഴിവുകൾ നേടാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക. മെന്റർമാർ. നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന അറിവുള്ള ആളുകളുമായി ബന്ധപ്പെടുക. അവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന്, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നീക്കിവയ്ക്കുക. അത് നിങ്ങളുടെ കഴിവിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കും. തന്ത്രം 3. അച്ചടക്കവും ക്ഷമയും വളർത്തുക. ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്. ക്ഷമയാണ് വിജയത്തിന്റെ താക്കോൽ. ചാണക്യന്റെ ഏറ്റവും ശക്തമായ തത്വങ്ങളിലൊന്നാണ് അച്ചടക്കവും ക്ഷമയും. ഏതൊരു വലിയ ലക്ഷ്യവും നേടാൻ ഈ 2 ഗുണങ്ങൾ അത്യാവശ്യമാണ്. പെട്ടെന്നുള്ള വിജയങ്ങളെന്നത് വളരെ അപൂർവമാണ്. സ്ഥിരമായ പ്രയത്നവും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്.
ചരിത്രപരമായ ഉദാഹരണം. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചത് വർഷങ്ങളെടുത്താണ്. ധനനന്ദനെ ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഓരോ ചെറിയ വിജയങ്ങളും നേടാൻ, ഓരോ തടസ്സങ്ങളെയും മറികടക്കാൻ അദ്ദേഹം അച്ചടക്കത്തോടെയും ക്ഷമയോടെയും പ്രവർത്തിച്ചു. പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അദ്ദേഹം കാത്തിരുന്നു. അതാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ചിട്ടയായ ദിനചര്യ. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു ദിനചര്യ ഉണ്ടാക്കുക. അത് മുടങ്ങാതെ പാലിക്കുക. ഉദാഹരണത്തിന്, ദിവസവും ഒരു നിശ്ചിത സമയം നിങ്ങളുടെ പഠനത്തിനോ വ്യായാമത്തിനോ ബിസിനസ് കാര്യങ്ങൾക്കോ നീക്കിവയ്ക്കുക. ചെറിയ ചുവടുകൾ. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ ഘട്ടങ്ങളായി തിരിക്കുക. ഓരോ ഘട്ടവും പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസം നേടും. പ്രതിസന്ധികളെ നേരിടുക. പരാജയങ്ങൾ സാധാരണമാണ്. അത് ഒരു പാഠമായി കണ്ട് മുന്നോട്ടു പോകാനുള്ള ക്ഷമയും മനക്കരുത്തും വളർത്തുക. വിജയത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകളെയും ആളുകളെയും ഒഴിവാക്കി നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ചെറിയ പുരോഗതിയും ആഘോഷിക്കുക. ഇത് നിങ്ങളുടെ മോട്ടിവേഷൻ നിലനിർത്താൻ സഹായിക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ട ഈ 3 ചാണക്യതന്ത്രങ്ങൾ, വ്യക്തമായ ലക്ഷ്യം, അറിവ് സമ്പാദിക്കൽ, അച്ചടക്കവും ക്ഷമയും, ഇവ കേവലം തത്വങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന വഴികാട്ടികളാണ്. ഈ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഏതു മേഖലയിലും വിജയം നേടാൻ കഴിയും. വിജയമെന്നത് ഒരു യാത്രയാണ്, അല്ലാതെ ഒരു ലക്ഷ്യസ്ഥാനമല്ല. ഈ യാത്രയിൽ നിങ്ങൾക്ക് ഈ തത്വങ്ങൾ സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടാനും മറക്കരുത്. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും അറിവുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.